ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു കുറുക്ക് കാളനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കഷ്ണം നേന്ത്രക്കായും ഒരു കഷ്ണം ചേനയും കൊണ്ട് ഞങ്ങൾ കുറുക്ക് കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറുക്ക് കാളൻ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രക്കായ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വെക്കാം. അപ്പോൾ അതിന് ഞാൻ ഗ്യാസ് കത്തിക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോകുന്നവരെ വേവിക്കരുത്. ഞാൻ ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേഗം വയ്ക്കാം. നല്ലോണം ഉടഞ്ഞു കൊണ്ട് ഒരു വിസിൽ മാത്രം മതി. അപ്പോൾ ഇതാവുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ 2 പച്ചമുളകും ചെറിയൊരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ചെറിയ പച്ചമുളക് മാറ്റുന്നുണ്ട്. പച്ചയില ഒന്നും പഴുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, അതും കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇത് രണ്ടും കൂടെ പച്ചമുളകും തേങ്ങയായിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. കുരുമുളകും ജീരകം എല്ലാം കൂടെ ഇട്ട് ഒന്ന് അരയ്ക്കാം. ചേർത്തി അരയ്ക്കുന്നുണ്ട്. ഇത് വേകട്ടെ. ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കാം. കായും ചേനയും നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചട്ടി വെച്ചു. ഇത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇതിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ കഷ്ണം എടുത്തിട്ട് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറുകിയിരിക്കണം. അതാണ് കുറുക്ക് കാളൻ. കുറച്ചും കൂടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തൈര് ഒഴിക്കണം. 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. കട്ടയൊന്നും ഇല്ലാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒന്ന് പുളിച്ച തൈരായിരിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കാത്ത തൈരാണ്, മിക്സിയിൽ അടിച്ചതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെല്ലം അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ചക്കര, ഏതായാലും കുഴപ്പമില്ല. പുളിപ്പ് എരിവൊക്കെ ഉള്ള കാരണം നന്നായിട്ടുണ്ടാവും. മധുരം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഒരുപാട് തിളയ്ക്കണ്ട. തൈര് ഒഴിച്ച കാരണം ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച ശേഷം ഒന്ന് ഇതിലേക്ക് താളിച്ചു കൊട്ടാം. ഇതൊന്ന് തിളയ്ക്കേണ്ട. ചട്ടിയിലായ കാരണം കുറച്ച് നേരം തിളയ്ക്കും. അപ്പം ആ ചൂട്ടിൽ തന്നെ ഒന്ന് കുറുകിയും കിട്ടും. അത് താളിക്കാൻ വേണ്ടിയിട്ട് ഇത് കരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇത് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് തീ ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഗ്യാസ് ഒന്ന് ഓഫാക്കുക. ജീരകം വെന്തയം ഇട്ട് കൊടുക്കുക. ഒരു വറമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു സ്പൂണ് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ കുറുക്ക് കാണലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറുക്ക് കാണലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കടല ചട്ടിയിൽ വെച്ച കാരണം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.